ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനാണ്. അതായത് നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാനാണ്. ഇതിപ്പം നമ്മളൊരു 90% ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് അറിയിക്കാം. അപ്പം നമുക്കൊരാൾ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഒരു കുട്ടിയല്ല ഒരുപാട് ആൾക്കാർ ഇതുപോലെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, നിങ്ങളെ നെയിൽ കോണിൻ്റെ പ്രൈസ് എത്രയാണ്? നമ്മളപ്പം പറഞ്ഞു പെർ കോണ് 30 റുപ്പീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമുക്ക് കോണ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രൈസ് ലിസ്റ്റ് അയച്ചു കൊടുത്തു. അതായത് 30 റുപ്പീസ് പ്ലസ് 60 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ്. അപ്പം ആ കുട്ടി പറഞ്ഞു, 60 രൂപ ഷിപ്പിംഗ് ചാർജോ? നമുക്ക് കോണ് വേണ്ട, നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആക്കിക്കൂടെ? നമ്മൾ ഈ 30 രൂപേൻ്റെ കോണിന് ഈ 60 രൂപ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് നമ്മൾ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങുന്നത്? അങ്ങനെ കുറച്ച് റൂഡായിട്ട് സംസാരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് കോൺസ് വേണ്ടെങ്കിൽ ഓക്കെ. അപ്പം നമ്മൾ ഇതേ ചോദ്യം തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്. നമ്മൾ ഈ 30 രൂപേൻ്റെ കോണിന് 60 രൂപ ഷിപ്പിംഗ് ചാർജും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ച് തന്നാൽ അതിൽ നമുക്ക് എന്ത് പ്രോഫിറ്റാണുള്ളത്? നമ്മളടുത്ത് ഇതുപോലെ 30 രൂപേൻ്റെ കോണിന് 60 രൂപ ഷിപ്പിംഗ് ചാർജ് തന്നിട്ട് എടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവരതിലെന്താണ്, നമ്മളോടുള്ള ട്രസ്റ്റാണ് അവരതിൽ കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ 30 രൂപേൻ്റെ കോണ് അല്ലെങ്കിൽ 50 രൂപേൻ്റെ കോണ് നമ്മൾ 50 രൂപ അല്ലെങ്കിൽ 60 രൂപ ഷിപ്പിംഗ് ചാർജ് തന്നിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ബിസിനസ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ 30 രൂപേൻ്റെ കോണ് ഉണ്ടാക്കുന്ന എഫേർട്ട്, അതിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ നമുക്കതിൽ നിന്ന് വലിയ പ്രോഫിറ്റൊന്നും ഉണ്ടാവണമെന്നില്ല ഒരു കോണിൽ നിന്ന്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കോണിൽ നിന്ന് അത്രയും ചെറിയ പ്രോഫിറ്റേ ഉള്ളൂ. അത് കൂടാതെ നമ്മൾ വെൽ സെക്യൂർഡായിട്ടാണ് പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കുന്നത്. അതായത് നമ്മൾ ബോക്സിലാക്കി, നമ്മൾ കൊറിയർ കവറിലിട്ടു, നമ്മൾ ആ ചാർജ് ഒന്നും നിങ്ങളിൽ നിന്ന് വാങ്ങുന്നില്ല. നമ്മൾ ജസ്റ്റ് നമ്മളിപ്പം 50 റുപ്പീസ് അല്ലെങ്കിൽ 60 റുപ്പീസ് പിന്നെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മളെ ഷിപ്പിംഗ് ചാർജ് കൂടുക. അത് നമുക്ക് അവിടെ DTDC കൊടുക്കേണ്ട ചാർജ് മാത്രമേ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. അല്ലാതെ പാക്കിങ്ങിനുള്ള ചാർജോ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ ചാർജസോ ഒന്നും നിങ്ങളോട് വാങ്ങുന്നില്ല. അപ്പം നമ്മൾ ഈ 30 രൂപേൻ്റെ കോണ് നിങ്ങൾക്കിപ്പം 60 രൂപ ഷിപ്പിംഗ് ചാർജ് നമ്മൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് തരുന്നതിൽ നമ്മളൊരു ബിസിനസ് ചെയ്യണമെന്നില്ലല്ലോ. നമ്മളത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് കൂടാതെ നമുക്കതിൽ നഷ്ടമല്ല കാണുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളെ ഭാഗം കൂടി ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഓക്കെ കോൺസ് വേണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട. നമുക്ക് നമ്മളടുത്ത് അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള, അത്രയും വാല്യബിൾ ആയിട്ടുള്ള നമ്മളടുത്ത് നിന്ന് 30 രൂപേൻ്റെ കോണ് പോലും 60 രൂപ 50 രൂപ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് നമ്മളടുത്ത് നിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഒരിക്കൽ വാങ്ങി പിന്നെയും നമ്മളടുത്ത് നിന്ന് ഓർഡർ ആക്കുന്നത് എന്താണ്? നമ്മളെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ്. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മെസ്സേജസ് ഒഴിവാക്കുക. നിങ്ങൾ മാക്സിമം നമ്മളെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി നോക്കുക.